കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടക്കമാകുന്ന ദിവസമാണ്. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സിജു കണ്ണൻ കാസർഗോഡ് നമ്മളോടൊപ്പം ചേരുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്ന് സിജു ചേരുന്നു. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമ്മേളന തിരക്കിലാണ് കാസർഗോട്ടെ പാർട്ടി. കാഞ്ഞങ്ങാട് സമ്മേളന നഗരിയിൽ നിന്ന് രാവിലെ നമ്മളോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന സമ്മേളന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മനു, പ്രതിനിധി സമ്മേളനം നടക്കുന്ന AK നാരായണൻ K കുഞ്ഞിരാമൻ നഗറിൽ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു. ഒരു മാസത്തിലധികം നീണ്ട വിവിധ പരിപാടികൾക്ക് ശേഷമാണ് കാസർഗോഡ് CPIM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. 24ാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒരു മാസത്തിലേറെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ഏരിയകൾക്ക് കീഴിൽ സെമിനാറുകൾ, അതോടൊപ്പം തന്നെ യുവജന സ്ത്രീകളുടെ സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഗമങ്ങൾ, അങ്ങനെ വിവിധമായ പരിപാടികൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ചെമ്പതാക ഉയർത്തിയിരുന്നു. മുനിയൻകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് എത്തിച്ച പതാക ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും എത്തിച്ച കൊടിമരത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ ഉയർത്തിയതോട് കൂടിയാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ്. 317 പ്രതിനിധികൾ, 281 പ്രതിനിധികൾ ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തവർ, 36 പേർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ 317 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വലിയ ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി ഇപ്പോൾ നടന്നിരിക്കുന്നത്. ജില്ലയിലെ 27,904 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 12 ഏരിയകൾക്ക് കീഴിൽ നിന്നും 317 പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1975 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആദ്യം വിജയകരമായി പൂർത്തിയാക്കി. അതിനുശേഷം 143 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി, 12 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിനിധി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിക്കും. അതിനുശേഷം നാളെ ഗ്രൂപ്പ് ചർച്ചയും അതോടൊപ്പം തന്നെ പൊതുചർച്ചയുമാണ് നടക്കുക. അതിനുശേഷം മറ്റന്നാളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സമാപിക്കുന്നത്. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച്, 6000 പേർ അണിനിരക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ നടക്കും. അതിനുശേഷം പൊതുസമ്മേളനം നടക്കും. ഈ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ശ്രീമതി ടീച്ചർ, അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന നേതാക്കളായ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. മനു, ശരി. ഒപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ളവരൊക്കെ എഴുതുന്നുണ്ട് സിജു. അതായത് ചുവന്നു തുടുത്ത് നിൽക്കുകയാണ് കാഞ്ഞങ്ങാട്, 16 കിലോമീറ്റർ ചുവപ്പിൽ മുങ്ങി, കയ്യൂരിന്റെ കരുത്താണ് എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട്. അവിടുത്തെ ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ആവേശങ്ങളെക്കുറിച്ചൊക്കെ. മനു, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, വലിയ ഒരുക്കങ്ങൾ. ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ 3 ദിവസം നടക്കുന്ന പ്രതിനിധി സമ്മേളനം മാത്രമല്ല, അതിൻ്റെ ഭാഗമായി വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട വലിയ പരിപാടികൾ കാസർഗോഡിൻ്റെ വിവിധ മേഖലകളിൽ നടന്നു. മഞ്ചേശ്വരം ഭാഗം മുതൽ കാലിക്കടവ് വരെയുള്ള തൃക്കരിപ്പൂർ വരെയുള്ള എല്ലാ മേഖലകളിലും ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ വിവിധ സെമിനാറുകൾ നടന്നു. പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്ത ഈ സെമിനാറുകളിൽ ആയിരക്കണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും അണിനിരന്നത്. അതോടൊപ്പം തന്നെ യുവജന സംഗമം, മഹിളാ സംഗമം, വിദ്യാർത്ഥി സംഗമം, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സംഗമങ്ങൾ, വിവിധ ചർച്ചകൾ, അങ്ങനെ വളരെ സജീവമായി 1.5 മാസത്തിലേറെ നീണ്ട വളരെ സജീവമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, 1975 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം 143 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നു, 12 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നു. കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലെയും ജനങ്ങൾക്കിടയിലേക്ക് ഈ പാർട്ടി സമ്മേളനത്തിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് മാസങ്ങളായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഈ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സെമിനാറുകൾ, വിവിധ സംഗമങ്ങളുടെ, അതോടൊപ്പം തന്നെ കലാപരിപാടികൾ ഉൾപ്പെടെ നടക്കുന്നു. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ 3 ദിവസം കാഞ്ഞങ്ങാട് പ്രതിനിധി സമ്മേളനം ഇവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സെമിനാറുകൾ ഇതിൻ്റെ പല മേഖലകളിലും ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. വിവിധ കലാപരിപാടികൾ, നാടകങ്ങൾ, അതോടൊപ്പം തന്നെ ഗസൽ സന്ധ്യ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു
ആഘോഷം തന്നെയാണ്, വലിയ ഒരു ആഘോഷം തന്നെയാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നടക്കാൻ പോകുന്നത്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ചുവപ്പണിഞ്ഞിരിക്കുന്നു. കിലോമീറ്ററുകൾ കണക്കിന് ദൂരത്ത് ദേശീയപാതയിൽ ചുവപ്പണിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ അതിരാവിലെ മുതൽ തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സമ്മേളന നഗരിയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടും. അത് കാസർഗോഡിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഭാഗത്തേക്ക് എത്തും. അതോടൊപ്പം തന്നെ ചരിത്ര പ്രദർശനം നടക്കുന്നുണ്ട്. ചരിത്ര പ്രദർശനം നടക്കുന്ന സ്ഥലങ്ങളിലേക്കും നിരവധി പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയും നിരവധി പേർ ഈ കാഞ്ഞങ്ങാട്ടേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കാൻ പോകുന്നത്. കൃത്യം 9:30 കൂടി തന്നെ ഇവിടെ പതാക ഉയർത്തും. മുതിർന്ന അംഗം പി കരുണാകരനാണ് ആ പതാക ഉയർത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോട്ടെ പ്രധാനപ്പെട്ട രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നാണ് ഈ കൊടിമര ജാഥകൾ അതോടൊപ്പം തന്നെ ദീപശിഖകൾ ഇവിടെ എത്തിച്ചത്. മുനിയൻകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് എത്തിച്ച പതാക ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും എത്തിച്ച കൊടിമരത്തിൽ കഴിഞ്ഞ ദിവസം പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉയർത്തി. ഇന്ന് പ്രതിനിധി സമ്മേളന നഗരിയിൽ കയ്യൂരിൽ നിന്ന് എത്തിച്ച കൊടിമരത്തിൽ പൈവളികയിൽ നിന്നും എത്തിച്ച പതാക മുതിർന്ന നേതാവ് പി കരുണാകരൻ ഉയർത്തുന്നതോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുന്നത്. അതോടൊപ്പം തന്നെ 28 രക്തസാക്ഷികളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നുമാണ് ദീപശിഖകൾ പുറപ്പെട്ടത്. അങ്ങനെ ഈ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് രക്തസാക്ഷി സ്മരണകൾ ഇരമ്പുന്ന ആവേശകരമായ അന്തരീക്ഷത്തിൽ അത്ലറ്റുകൾ അതോടൊപ്പം തന്നെ റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി എത്തിച്ച കൊടിമര ദീപശിഖ ജാഥകൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളന നഗരിയിലും ചെമ്പതാക ഉയർത്തുന്നതോടുകൂടി ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു സിജു. ഏതായാലും സമ്മേളന നഗരിയിൽ നിന്നാണ് ഈ ആവേശകരമായ റിപ്പോർട്ട് സിജു നമുക്ക് നൽകിയത്. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകാൻ വേണ്ടി പോകുന്നു. രാവിലെ മുതിർന്ന പാർട്ടി അംഗം പി കരുണാകരൻ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുക. അതിനുശേഷം പ്രതിനിധി സമ്മേളനം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.